നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് നമ്മൾ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു സീസൺ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. കാരണം വെച്ചെന്നാൽ കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം ടുവേർഡ്സ് ദി എൻഡ് നല്ലൊരു പ്രോഗ്രസ് നടത്തി. പിന്നെ സീസൺ ഓൺ എ ഹൈ തേർഡ് ഫിനിഷ് ചെയ്തു. അപ്പോൾ അടുത്ത സീസണിൽ നമുക്ക് വളരെയധികം പ്രതീക്ഷ, ചാമ്പ്യൻസ് ലീഗും ഒക്കെ ഉണ്ട്. അപ്പോൾ ടീം കുറച്ചുകൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞിരുന്നാലും മേ ബി നമുക്ക് കുറച്ചുകൂടെ ഒരു സെക്കൻഡ് പ്ലേസിനൊക്കെ പിടിക്കാം. അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ചിലപ്പോൾ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കാം എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ അതൊക്കെ എന്ന് പറയുന്നത് വളരെ വിദൂരത്താണെങ്കിൽ പോലും നേരിയ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഫസ്റ്റ് ഗെയിം എഗെയിൻസ്റ്റ് പ്രൊമോട്ടഡ് ടീം ഹൾ സിറ്റി, അവർക്കെതിരെ 2-0 എന്നുള്ള ആ ദുരന്ത തോൽവി ഏറ്റുവാങ്ങിയിട്ടിരിക്കുകയാണ്. സോ ഇതൊട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല. കാരണം ഹൾ സിറ്റി ഒരു പ്രൊമോട്ടഡ് ടീം, അപ്പം ഓൾറെഡി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസിൻ്റെ തുടർക്കഥ അത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ഹള്ളൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു മേധാവിത്വം ഉണ്ടാവും എന്നൊക്കെയാണ് പ്രതീക്ഷ. പക്ഷേ എന്തോ അത് സംഭവിച്ചില്ല. എല്ലാ മേഖലകളിലും ഹൾ സിറ്റി ആധിപത്യം സ്ഥാപിച്ചു ആൻഡ് നമ്മളെ പ്രോപ്പറായിട്ട് പഞ്ഞി കിട്ടു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ അകത്തു നിന്നുള്ള ഒരു 5 ടോക്കിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ്, നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ചാനൽ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. പോയിന്റ് നമ്പർ 1, ഡോർഗു നോട്ട് എ വിങ്ങർ. ഡോർഗു എന്നുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഹീ വാസ് വിങ് ബാക്ക് അല്ലേ, അമർമിൻ്റെ അണ്ടറിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്കാണ് വന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു പരീക്ഷണാർത്ഥമാണ് ഒരു വിങ്ങർ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ചില കളികളിലൊക്കെ അത് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ച് ഗോളുകളൊക്കെ നേടി. കഴിഞ്ഞ ആർസണലുമായിട്ടുള്ള ഗെയിമിലൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ ഗോള് അങ്ങനെയൊക്കെ നേടിക്കഴിഞ്ഞപ്പോഴാണ് പല ആൾക്കാരിലേക്കും ഈ ഒരു ചിന്ത വന്നത്, മേ ബി ഹി കുഡ് പെർഫോം ആസ് എ വിങ്ങർ. പക്ഷേ ഒരു വിങ്ങറിന് വേണ്ടുന്നുള്ള ആ ഒരു ക്വാളിറ്റീസ് ഒന്നും ഡോർഗുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുഞ്ഞയും റാഷ്ഫോർഡും കളിക്കാൻ ആ ഒരു പൊസിഷനിലുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഡോർഗു ഷുഡ് നോട്ട് ബി പ്ലേയിങ് അപ്പ് ഫ്രണ്ട്. ഒന്നല്ലെങ്കിൽ ബാക്കിൽ പരീക്ഷിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നത് ബെഞ്ചിലിരിക്കാനായിട്ട് ഉള്ള രീതിയിൽ നോക്കുന്നതായിരിക്കും നല്ലത്. സോ ദിസ് ഇസ് മൈ പോയിന്റ്. ഡോർഗു ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ വിങ്ങർ ആൻഡ് ഹി കനോട്ട് പ്രൊവൈഡ് ഔട്ട്പുട്ട് അപ്പ് ഫ്രണ്ട്. പോയിന്റ് നമ്പർ 2, ടീലമെൻസ് ആൻഡ് സാന്റോസ് ഡബിൾ പിവട്ട് നോട്ട് ഫിസിക്കൽ. ഈ ഒരു പിവട്ട്, ഡബിൾ പിവട്ട് ടീലമെൻസും സാന്റോസും. ടീലമെൻസ് നമുക്കറിയാം ഹീസ് ഓൾമോസ്റ്റ് ലൈക്ക് 29. പിന്നെ അതിനുശേഷം സാന്റോസ് ആണെങ്കിലും കുറച്ചുകൂടെ ഒരു സ്ലോ പ്ലെയർ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഡബിൾ പിവട്ടിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇപ്പം സീസൺ തുടങ്ങിയത് കൊണ്ടായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും അത്ര ഫിസിക്കൽ ആവുന്നില്ല, അത്രയ്ക്കൊരു സ്പീഡ് ഇവരുടെ കാലുകൾക്കില്ല. ചിലപ്പം സീസൺ തുടങ്ങിയതിൻ്റെ ആ ഒരു റഗഡ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ അങ്ങോട്ടേക്ക് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഇമ്പ്രൂവ് ആയിരിക്കാം. പക്ഷേ അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിക്കൽ ലെവലിലേക്ക് വരുന്നില്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് പ്രോപ്പറായിട്ട് ഫിസിക്കൽ അല്ല, പേസ് ഇല്ല. അതുകൊണ്ട് മറ്റ് ടീമുകൾ, ഓപ്പോസിഷൻ ടീമൊക്കെ നമ്മൾ ഈസി ആയിട്ട് ബീറ്റ് ചെയ്ത് നമ്മുടെ പ്ലേയേഴ്സിന് കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഇവർ രണ്ടുപേരും നിൽക്കുവാണെങ്കിൽ മേ ബി അവിടെ വലിയ ക്വസ്റ്റ്യൻ മാർക്ക് വരും. ആൻഡ് സാന്റോസ് ആണെങ്കിലും അങ്ങനെ ലൈക്ക് ഹീ ട്രൈസ് ടു ഡു ലൈൻ ബ്രേക്കിംഗ് പാസസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ടീലമെൻസ് ആണെങ്കിലും സ്ലോ മൂവ്മെൻ്റ് ഒക്കെയാണ്. എന്ന് വെച്ചാൽ വെട്ടിത്തിരിഞ്ഞ് പെട്ടെന്ന് ഒക്കെ ഉള്ള സഡൻ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ മേ ബി ബലേബ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഒരു മാറ്റം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ബിക്കോസ് വി നീഡ് പ്രോപ്പർ ലെഗ്സ്, നല്ല രീതിയിലുള്ള ഫിസിക്കാലിറ്റിയും എഞ്ചിനും ആ ഒരു മിഡ്ഫീൽഡ് കളം നിറഞ്ഞ് ഓടിക്കളിച്ച് അങ്ങനെ നിൽക്കാനായിട്ടുള്ള പ്ലെയർ ആണ് വേണ്ടത്. സോ ഇവിടെ ഇന്നലെ കണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ ബോൾസ് മിസ്സാകുന്നു ആൻഡ് സ്ലോ ട്രാൻസിഷനിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് അതിനുവേണ്ടി ട്രൈ ചെയ്യുമ്പോൾ പോലും ഭയങ്കരമായിട്ട് സ്ലോ ആണ്. അപ്പം എതിർ ടീം ഹൾ സിറ്റിയിലെ പ്ലേയേഴ്സൊക്കെ വന്നിട്ട് ഈസി ആയിട്ട് ബീറ്റ് ചെയ്യുന്നു, ആ ബോൾ റിക്കവർ ചെയ്തിട്ടൊക്കെ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. സോ ഇത് തന്നെയാണ് പ്രശ്നം. സോ കാരിക് നീഡ്സ് ടു മേക്ക് എസ് ചേഞ്ചസ്. ഇപ്പം ഈ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ടാണ് ഇതെങ്കിൽ ലൈക്ക് മേ ബി ലൈക്ക് വി വിൽ ഹാവ് ടു സഫർ, കുറേയൊക്കെ ഇതാകും. കാരണം സ്ലോ മൂവ്മെൻ്റ് ഒക്കെയാണ്. സോ വി നീഡ് പ്രോപ്പർ ഫിസിക്കൽ പ്ലെയർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബലേബ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഉത്തരമെന്ന് തന്നെയാണ്. പോയിന്റ് നമ്പർ 3, സെറ്റ് പീസ് ഡിഫെൻഡിങ് ഹൊറർ. നമ്മൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളല്ല. എത്രയോ വർഷങ്ങളായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രശ്നം ഇതാണ്, ലൈക്ക് സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് കഴിയാതെ പോകുന്നത്. അത് എത്രയോ കോച്ചസ് വന്നു പോയി, എന്നിരുന്നാൽ പോലും നമുക്കൊരു പ്രോപ്പർ ഡിഫെൻസീവ്
ഇത് ഇല്ല. ലൈക്ക് ഒരു സെറ്റ് പീസ് ഡിഫെൻഡിങ് കോച്ച് അങ്ങനത്തെ ഉള്ള ഒരു മേഖല നമുക്ക് ഇല്ലെന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഗോൾസ് പലപ്പോഴും വഴങ്ങുന്ന പറഞ്ഞാൽ സെറ്റ് പീസാണ്. ഏത് സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നമുക്ക് ലൈക്ക് സെറ്റ് പീസ് കിട്ടുവാണെങ്കിൽ, നമ്മുടെ ഗോൾ പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾ ഏരിയയുടെ അടുത്ത് കിട്ടുവാണെങ്കിൽ ലൈക്ക് നെഞ്ചെടുപ്പ് കൂടും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഡിഫെൻഡിങ് അറിയത്തില്ല എന്നുള്ളതാണ്. അതോ ലൈക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പലപ്പോഴും അങ്ങനത്തെ വരുവാണെങ്കിൽ ലൈക്ക് ഫസ്റ്റ് ബോൾ ഹെഡ് ചെയ്ത് കളയുക എന്നതൊന്നും മൈൻഡിൽ വരുന്നില്ല. ജസ്റ്റ് അവിടെ ആ ഒരു രീതിയിൽ കൂട്ടപ്പൊരിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡിഫെൻഡിങ് സ്റ്റൈലും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇന്നലത്തെ കളിയിൽ തന്നെ കണ്ടു. ഇപ്പം മെഗ്വയറിന്റെ കാര്യം പലപ്പോഴും പല ആൾക്കാരും പറയുന്നതാണ്. ഇപ്പം ഇന്നലെ ആണെങ്കിൽ പോലും അതെ, ലൈക്ക് ബോൾ വരുന്നു, ഹീസ് നോട്ട് ഈവൻ മാർക്കിംഗ് ഹിസ് പ്ലെയർ. ആരെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാ. അത് മെസ്റാവിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. എയ്ഡൻ ഹെവനൊക്കെ ആണെങ്കിലും ലൈക്ക് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ബോൾ പ്രോപ്പറായിട്ട് ഹെഡ് ചെയ്യേണ്ട ഒരു ഇത് വരുമ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, തലയിൽ വന്ന് വീഴാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അതിൻ്റെ ബാക്കിൽ കൂടെ അപ്പോഴത്തേന് ഇത് പ്ലെയേഴ്സ് ചാടി ഹെഡ് ചെയ്ത് പോകുന്നതാണ് കാഴ്ച. അപ്പം ലൈക്ക് ഇതൊന്നും പ്രോപ്പറായിട്ട് കോച്ച് ചെയ്യാത്ത സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ലൈക്ക് ഒരു ബോൾ വരുമ്പോൾ അത് അഡ്വാൻസ് ചെയ്ത് ചാടി കഴിഞ്ഞിരുന്നാലും നമ്മുടെ തലയിൽ ഇരിക്കും എന്നുള്ളത് ലൈക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഡിഫൻസിൽ അവിടെ നിൽക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മുടെ തലവന്ന് വീഴുകയല്ല ചെയ്യുന്നത്. യു ഹാവ് ടു ജംപ് ടു ഗെറ്റ് ദ ബോൾ. ഇവിടെ ആണെങ്കിലും ഡിഫൻസീവ് ഏരിയയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ലൈക്ക് ഒരു ഹൊറർ മൂവി കാണുന്ന കണക്കാണ് നമ്മുടെ സെറ്റ് പീസ് ഡിഫെൻഡിങ്. സോ വി നീഡ് ടു ഇംപ്രൂവ് ദാറ്റ്. ഒരു പ്രോപ്പറായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിനെ കൊണ്ടുവന്ന് അത് സെറ്റ് ചെയ്തത്, അത് ഡ്രില്ല് ചെയ്യിപ്പിച്ച് അങ്ങനെ എടുത്ത് കഴിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് കുറയ്ക്കാനെങ്കിലും പറ്റത്തുള്ളൂ. ബിക്കോസ് ഇത് തുടർന്നുകൊണ്ട് പോകുന്ന പറഞ്ഞാൽ ഇന്നോ ഇന്നലെ അല്ല, വർഷങ്ങളായിട്ട് എല്ലാ സീസണിലും നടക്കുന്ന കാര്യങ്ങളാണിത്. പോയിന്റ് നമ്പർ 4, ബ്രൂണോ നീഡ്സ് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇഫ് നീഡഡ്. ബ്രൂണോ ഈസ് എ മെയിൻ പ്ലെയർ, നമ്മുടെ ഫേവറേറ്റ് പ്ലെയർ, എൻ്റെ ഫേവറേറ്റ് പ്ലെയറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പ്ലെയറും ഇപ്പം മോശം പെർഫോമൻസ് കാഴ്ചവെച്ചാലും ഗ്രൗണ്ടിൽ കാണും, അല്ലെങ്കിൽ അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആർക്കും കിട്ടാൻ പാടില്ല. സോ അത് ബ്രൂണോ ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും ഇഫ് ഹീസ് ഹാവിങ് എ സ്റ്റിങ്കർ അല്ലെങ്കിൽ മോശം പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇഫ് ഹി നീഡ്സ് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് ബ്രൂണോയ്ക്ക് ഉള്ളൊരു ബാക്കപ്പ്, ആ ഒരു പൊസിഷനിലേക്ക് വേറെ ആരെങ്കിലും കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് ചെയ്യിപ്പിക്കാനാണെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അല്ലാതെ ബ്രൂണോയ്ക്ക് ഒരു രീതിയിലുള്ള ഇതുമില്ല, എന്താ പറയുക, ബ്രൂണോ 90 മിനിറ്റും കളിച്ചേ പറ്റൂ, അത് നിർബന്ധമാണ് എന്നുള്ള ഒരു മൈൻഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ബ്രൂണോനെ കണ്ടിട്ടുണ്ട് പലപ്പോഴും ലൈക്ക് ബോളിൽ ഇത് കയ്യിലിരിക്കുന്ന ബോൾ വിട്ടു കളയുക, ഓപ്പോസിഷൻ അത് ഫ്രീ ആയിട്ട് ദാനം കൊടുക്കുക, അല്ലെങ്കിൽ പലപ്പോഴും എന്താ പറയുക ഈ ഹോളിവുഡ് പാസിന് വേണ്ടി ശ്രമിച്ചിട്ട് ചുമ്മാ അടിച്ചങ്ങ് കളയും. അപ്പോൾ ആരെങ്കിലും ഓടിപ്പോയി എടുക്കും എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് പലപ്പോഴും വെറുതെ അടിച്ച് കളയുന്ന കണ്ടിട്ടുണ്ട്. ചില സമയത്തൊക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള പിൻ പോയിന്റ് പാസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് സ്ഥിരം ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർ വേ ഓഫ് പ്ലേയിങ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരു മോശം കളി സംഭവിച്ചു. ഇന്നലെയൊക്കെ ബ്രൂണോ എന്ന് പറഞ്ഞാൽ അവിടെ ചിത്രത്തിലേ ഇല്ല. എനിക്കൊന്ന് വേൾഡ് കപ്പിൻ്റെയൊക്കെ ഒരു ആലസ്യത്തിൽ ഇപ്പോഴും അത് തന്നെ നിൽക്കുവാണ്. ലൈക്ക് ഇത്രയും നല്ലൊരു ഒരു സീസൺ കഴിഞ്ഞ് നിൽക്കുന്നതാണ്. ബ്രൂണോ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി, അസിസ്റ്റ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് വേൾഡ് കപ്പിന് പോകുന്നത്. അവിടെ പോയിട്ട് ഒന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് പറ്റിയിട്ടില്ല. ദേ ഹാഡ് എ ബെസ്റ്റ് മിഡ്ഫീൽഡ്. അത്രയും ബെസ്റ്റ് മിഡ്ഫീൽഡ് ഉണ്ടായിട്ടും ബ്രൂണോയ്ക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇത് തുടർന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ഓർ മേ ബി ഈ ഒരു കോൺട്രാക്ട് ഡിസ്കഷൻ നടക്കുന്നു. ഹി വാണ്ട്സ് ടു സ്റ്റേ, അല്ലെങ്കിൽ മേ ബി ഹി വാണ്ട്സ് ടു മൂവ്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം ചർച്ചയിലുണ്ട്. അപ്പം അതൊക്കെ ബ്രൂണോയുടെ തലേനെ വല്ലാണ്ട് തിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ബ്രൂണോ ഈ ടീമിൽ 90 മിനിറ്റ് കളിച്ചേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധനയും വെക്കാൻ പാടില്ല. ആൻഡ് ഇഫ് ഹി നീഡ്സ് ടു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ലൈക്ക് ലെറ്റ് ഹിം ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതൊരു ഇത് കൊടുക്കണം. ഇപ്പം മോശം കളികളാണെങ്കിൽ പുറത്തിരിക്കും എന്നുള്ള ഒരു ഇത് എല്ലാ പ്ലേയേഴ്സിനും കൊടുത്തേ പറ്റും. പോയിന്റ് നമ്പർ 5, കാരിക് നീഡ്സ് ടു ഇംപ്രൂവ് ടാക്ടിക്സ്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാരിക് ഈ ടീമിന് യോജിച്ചുള്ള ഒരു മാനേജർ അല്ല, കാരിക്കിനെ പോലുള്ള ഒരു മാനേജർ അല്ല നമുക്ക് വേണ്ടത് എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എതിർവശത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ ലൈക്ക് ഹി വൺ എ ലോട്ട് ഓഫ് ഗെയിംസ്. കഴിഞ്ഞ സീസണിൽ 17 ഗെയിംസിൻ്റെ അകത്ത് 12 വിജയമൊക്കെ നേടിയിട്ട് നിന്നൊരു കോച്ചാണ്. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഹി ഡിസേർവ്ഡ് ദ എന്താ പറയുക കോച്ചിങ് ഇത്. പക്ഷേ പല ആൾക്കാർ പറഞ്ഞു പറഞ്ഞാൽ അതല്ല നമുക്ക് വേണം. നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയും പാറ്റേൺ ഓഫ് പ്ലേ, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ലെവലിലേക്ക് ഒക്കെ ഉള്ള ഒരു വ്യക്തിനെയാണ് വേണ്ടത് എന്ന് പല ആൾക്കാരും പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ കാരിക്കിൻ്റെ കാര്യത്തിൽ കാണുന്ന പറഞ്ഞാൽ കാരിക് ഈ ഒരു ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ എക്സ് പ്ലെയർ, മാൻ യുണൈറ്റഡ് DNA ഇങ്ങനത്തേക്കുള്ള കാര്യങ്ങളാണ്, എക്സൈറ്റിംഗ് പ്ലേ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ട്രാൻസിഷനിലും ഒക്കെ കളിക്കാൻ പറ്റുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതലും കാരിക്കിന് ഈ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ ഇതിന് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ലാസ്റ്റ് സീസൺ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ അമർമെൻ്റ് അണ്ടറിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീമിനൊരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഓടി നിൽക്കുന്ന ടീം,
പിന്നെ അതിനുശേഷം കുറച്ചുകൂടെ എന്താ പറയുക എല്ലാവരും പമ്പിങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ക്യാരിക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു 2-3 ഗെയിംസ് കഴിഞ്ഞിരുന്നപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റി നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ നോട്ട് ചെയ്തിട്ട് പറഞ്ഞ കാര്യമാണ്, അമർമിൻ അണ്ടറിൽ കളിച്ച ആ ഒരു ഇൻറ്റൻസിറ്റി നമ്മുടെ ടീമിലേക്ക് ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ അന്ന് നോട്ട് ചെയ്തായിരുന്നു. അന്ന് പറയുകയും ചെയ്തു, നമ്മുടെ വൺ ഓഫ് ദ വീഡിയോസിൽ ഞാൻ പറയുകയും ചെയ്തു. അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. സോ ക്യാരിക്കിൻ്റെ അണ്ടറിൽ ലൈക്ക് അതൊരു കോച്ചിങ് പ്രോബ്ലമാണ്. ലൈക്ക് പ്ലെയേഴ്സിനെ കറക്റ്റായിട്ട് ഓടി നിർത്തുക, ഇൻറ്റൻസിറ്റി അങ്ങനത്തെ രീതിയിൽ നിർത്തുക എന്നുള്ളത്. എനിക്കൊന്ന് ടീലമെൻസ് ആണെന്ന് തോന്നുന്നു ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് വി വേ പ്രീ സീസണിൽ കൂടുതലും ലൈക്ക് ബോൾ പ്ലേക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിച്ചത് എന്നൊക്കെ ഉള്ളത്, ആൻഡ് നോട്ട് ഇനഫ് ഓഫ് റണ്ണിങ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ലൈക്ക് വി ഡിഡ് നോട്ട് പ്ലേ വെൽ, വി ഡിഡ് നോട്ട് റൺ ഇനഫ്. നമ്മുടെ എതിർ ടീമുകളാണ് കൂടുതലും എന്ന് വെച്ചാൽ ഹൾ സിറ്റി എല്ലാ മേഖലകളും റണ്ണിങ്ങിൻ്റെ അകത്തും ഇൻറ്റൻസിറ്റിക്കകത്തും സെക്കൻഡ് ബോൾസ് വിന്നിങ് അത് ഇതിനകത്ത് എല്ലാത്തിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബീറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. സോ കാരിക് ഹി നീഡ്സ് ടു ലൈക്ക് സെറ്റ് അപ്പ് ഹിസ് ടീം ടു ബി ഫിസിക്കൽ ഇനഫ്, പ്രോപ്പറായിട്ട് ഓടി നിൽക്കുക. എന്താ പറയുക, പ്ലെയേഴ്സ് 90 മിനിറ്റും കളിക്കാനായിട്ടുള്ളൊരു എൻജിൻ അവർ ആ ഒരു സ്റ്റാമിന കൊണ്ടുവരിക, അങ്ങനെ കുറേ കാര്യങ്ങൾ ക്യാരിക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ലൈക്ക് ടാക്ടിക്സ് മാത്രമല്ല, പ്രസ്സിങ്ങും ഇല്ല, ഒരു രീതിയിലുള്ള പ്രസ്സിങ്ങും ഇല്ല. നമുക്കറിയാം പ്രത്യേകിച്ച് ഇതണക്കത്തുള്ള ഒരു ടീം, പ്രൊമോട്ടഡ് ആയിട്ടുള്ള വരുന്ന ടീം, അവർ ഓടും, നല്ല രീതിയിൽ ഓടി നിൽക്കും എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ ലൈക്ക് ക്യാരിക് ഡിഡ് നോട്ട് തിങ്ക് മച്ച്. ആൻഡ് ഓൾസോ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്യാരിക്ക് വോക്കലല്ല, ലൈക്ക് കളിക്കാരുടെ അടുത്ത് നേരത്തെ പറഞ്ഞു വിട്ടിട്ടുള്ള കാര്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ടച്ച് ലൈനിൽ നിന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് പ്ലെയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ക്യാരിക്കിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നില്ല. പിന്നെ ഒരു കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പ്ലേയിങ് ഫ്രം ദ ബാക്ക്. ഇപ്പം അമർമിൻ അണ്ടറിലാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ബാക്കിൽ നിന്ന് കളിച്ച് വരുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഒരു രീതിയിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് നീഡഡ്. കാരണം നമ്മൾ ഇന്നലെ കണ്ടെന്ന് പറഞ്ഞാൽ എയ്ഡൻ ഹെവൻ ബോൾ ടച്ച് ചെയ്ത് ഗോൾ കീപ്പറിനെ കൊടുക്കും, ഗോൾ കീപ്പർ അവിടെ നിന്ന് അടിച്ച് സ്ട്രെയിറ്റ് അങ്ങോട്ട് വിടും. അവിടെയാണെങ്കിലോ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടാർഗറ്റ് പേഴ്സൺ ഒന്നും ഇല്ല. ഇപ്പോൾ സെസ്കോയെ പോലെയുള്ള ആരും ഇല്ല, എംബൂമയും ഒക്കെയാണ് അവിടെ നിൽക്കുന്നത്. സോ അവരൊന്നും കറക്റ്റായിട്ട് അതേ കണക്ക് ആ ബോൾ ഹെഡ് ചെയ്യുക അല്ലെങ്കിൽ അത് നേടിയെടുക്കുക അങ്ങനത്തെ ഒരു ടൈപ്പൊന്നും അല്ല. സോ ലോങ് ബോൾ അടിച്ച് കളയുക, പിന്നെ അതിനുശേഷം നമ്മൾ സെക്കൻഡ് ബോൾസ് പോലും വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. പിന്നെ ഈ ലോങ് ബോൾ അടിച്ച് കളയുന്നതിനുള്ള സ്ട്രാറ്റജി എന്തുവാ? ലൈക്ക് നമ്മൾ അവർക്ക് ഓപ്പോസിഷൻ പ്ലെയേഴ്സിന് ഗിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലൈക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹി നീഡ്സ് ടു ഇംപ്രൂവ് ഹിസ് ടാക്ടിക്സ്. അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലേ എല്ലാ ടീമുകളും വന്നിട്ട് നമുക്കെതിരെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ ഹീസ് ഗോയിങ് ടു ലൈക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന കാര്യമാണ്, ഈ ലോവർ ലെവലിൽ നിൽക്കുന്ന ടീംസ്, ഇപ്പം ടേബിളിൻ്റെ ലോവർ ഇതിൽ നിൽക്കുന്ന ടീംസിനെതിരെ നമ്മൾ വളരെ മോശമായിട്ട് കളിക്കും, ടോപ്പിൽ നിൽക്കുന്ന ടീംസിനെതിരെ ഉഗ്രമായിട്ട് കളിക്കും. കാരണം എന്ന് വെച്ചാൽ അവിടെ ഡയറക്റ്റ് ടു ഡയറക്റ്റ് ഗെയിമാണ്. അപ്പോൾ അങ്ങനത്തെ അകത്ത് കളിച്ച് നിൽക്കാൻ പറ്റും. ഈ എന്താ പറയുക, ഈ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിനെതിരെ വേറെ ഒന്നും ശ്രമിക്കാനായിട്ട് പറ്റുന്നില്ല, പെനിട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ത്രൂ ബോൾസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വി വർ ട്രൈങ് ടു എന്താ പറയുക, ഈ ക്രോസ് ചെയ്യാം പെനൽറ്റി ബോക്സിൻ്റെ അകത്തോട്ടേക്ക് എത്രയോ അധികം ക്രോസസ് ചെയ്തു. പക്ഷേ അവിടെ ക്രോസ് സ്വീകരിക്കാൻ പോലും ആരുമില്ല. സെസ്കോയൊക്കെ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ഇറങ്ങുന്നത്. അതിന് മുമ്പ് അവിടെ ഉള്ള പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് കണക്ക് ഹെഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത്രയും ഇതിന് വേണ്ടിയിട്ട് ഉള്ള പ്ലേയേഴ്സ് ഒന്നുമല്ല. പിന്നെ എന്തർത്ഥത്തിലാണ് ഈ ചുമ്മാ ഈ ബോക്സിലേക്ക് ക്രോസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തുവാ? സോ ലൈക്ക് അതൊന്നും ടാക്ടിക്സിൻ്റെ ഭാഗമല്ല, അതൊരു പ്രോപ്പറായിട്ട് ഉള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്തേ പറ്റൂ. സോ ഇതൊക്കെയാണ് ഈ ഒരു 5 കാര്യങ്ങളാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. സോ എല്ലാം ഒറ്റ വീഡിയോയിൽ പറയുന്നില്ല. ഇനിയിപ്പം ഇത് തന്നെയാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോ അല്ലെ അടുത്ത ഗെയിമിലൊക്കെ കാണാനുള്ളതെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയാം, അതേ പറയാനായിട്ടുള്ളൂ. സോ എനിവേസ് ലൈക്ക് വെരി പുവർ ഗെയിം. നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഗെയിമാണ്. സോ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ലോസ്. സോ ഇതിൻ്റെ അകത്ത് നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം ബലേബ എന്തായാലും സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഹി നീഡ്സ് ടു ബി ദെയർ ഇൻ ദ മിഡ്ഫീൽഡ്. ഓടി കളിക്കാനും ബോൾ വിൻ ചെയ്യാനും എല്ലാത്തിനും അങ്ങനത്തെ ഒരു പ്ലെയർ വേണം. ആൻഡ് ഓൾസോ പിന്നെ 2 സൈനിങ്, ഇപ്പം ലൂക്ഷോ ഒന്നും വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പ്ലെയർ അവിടെ വേണം. അറ്റ്ലീസ്റ്റ് ഇച്ചിരി ഒന്ന് ഓടി നിൽക്കാൻ പറ്റുന്ന പ്ലെയർ വേണം. പിന്നെ ഒരു ബാക്ക്, സെൻറ്റർ ബാക്ക് ഇസ് ഡെഫിനറ്റ്ലി നീഡഡ്. ഈ എയ്ഡൻ ഹെവനും യോറോ മെഗ്വയറിൻ്റെ ഒക്കെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ നമ്മളെ എവിടെയും കൊണ്ടെത്തിക്കാൻ പോകാത്തൊരു പാർട്ട്ണർഷിപ്പാണ് ഇവരുടെ ഇതിലുള്ളത്. സോ എനിവേസ് ലൈക്ക് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.